കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങളിൽ വിശ്വാസ്യത നേടിയ ഒരു പേര് വീണ്ടും രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രത്തിലേക്കെത്തിയിരിക്കുകയാണ്. സി.പി. റാഷിദ്. കഴിഞ്ഞ നിരവധി തിരഞ്ഞെടുപ്പുകളിൽ കൃത്യതയോടെ ഫലങ്ങൾ പ്രവചിച്ച വ്യക്തിയെന്ന നിലയിൽ ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ വലിയ ശ്രദ്ധ നേടുകയാണ്. പ്രവചനരംഗത്തെ പ്രവചനസിംഹം. ചെറുതും വലുതുമായ 17 തിരഞ്ഞെടുപ്പുകളിൽ മുൻകൂട്ടി ഫലങ്ങൾ പ്രവചിച്ച ശ്രദ്ധ നേടിയ റാഷിദ്, രാഷ്ട്രീയ നിരീക്ഷകരും പൊതുജനങ്ങളും ഒരുപോലെ ശ്രദ്ധിക്കുന്ന വ്യക്തിയായി മാറിയിട്ടുണ്ട്. ഔദ്യോഗിക സർവേ സംവിധാനങ്ങളൊന്നുമില്ലാതെ വ്യക്തിപരമായ പഠനങ്ങളും സാമൂഹിക നിരീക്ഷണങ്ങളും അടിസ്ഥാനമാക്കിയുള്ള അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യത്തോട് ചേർന്നു നിന്നിട്ടുണ്ട്. ഇത്തവണത്തെ കേരള പ്രവചനം. ഇത്തവണത്തെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ റാഷിദ് മുന്നോട്ട് വച്ചിരിക്കുന്ന കണക്ക് ഇങ്ങനെയാണ്. UDF 91 മുതൽ 102 സീറ്റ്, 41.5% മുതൽ 45% വോട്ട് ശതമാനം. LDF 38 മുതൽ 48 സീറ്റ്, 36.5% മുതൽ 39.5% വോട്ടുകൾ. NDA 1 മുതൽ 3 സീറ്റ്, 14% മുതൽ 17% വോട്ട്. ഈ കണക്ക് ശരിയാകുകയാണെങ്കിൽ സംസ്ഥാനത്ത് വ്യക്തമായ ഭരണമാറ്റത്തിന് വഴിയൊരുങ്ങുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷണം. മുൻ പ്രവചനങ്ങളുടെ കൃത്യത. റാഷിദിന്റെ വിശ്വാസ്യതയെ ഉയർത്തിക്കാട്ടുന്നത് അദ്ദേഹത്തിന്റെ മുൻ പ്രവചനങ്ങളാണ്. 2020 ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് 62 മുതൽ 65 സീറ്റും BJPക്ക് 5 മുതൽ 8 സീറ്റുമെന്നാണ് അദ്ദേഹം പ്രവചിച്ചത്. ഫലം വന്നപ്പോൾ ആം ആദ്മി പാർട്ടി 62 സീറ്റും BJP 8 സീറ്റും നേടി. കോൺഗ്രസിന് 1 സീറ്റ് പോലും ലഭിക്കില്ലെന്ന് അദ്ദേഹം സൂചനയായി പറഞ്ഞതും യാഥാർത്ഥ്യമായി. 2021 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ക്യാപ്റ്റന് സെഞ്ചുറി എന്ന തലക്കെട്ട് വരുമെന്ന് മുൻകൂട്ടി പറഞ്ഞ അദ്ദേഹം LDF 96 മുതൽ 104 സീറ്റും UDF 35 മുതൽ 43 സീറ്റുമെന്നാണ് പ്രവചിച്ചത്. ഫലം വന്നപ്പോൾ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് 99 സീറ്റും യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് 41 സീറ്റും നേടി. പ്രവചനത്തോടെ ഏറെ അടുത്ത ഫലം. 2023 പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയുമ്മൻ 31,500 മുതൽ 39,000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന പ്രവചനവും കൃത്യമായി. ഫലം വന്നപ്പോൾ ഭൂരിപക്ഷം 37,713 ആയിരുന്നു. കർണാടക, തെലങ്കാന, രാജസ്ഥാൻ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിന്റെ കണക്കുകൾ ഫലങ്ങളോട് ചേർന്നു നിന്നത് ശ്രദ്ധേയമാണ്. പ്രവചനരീതി. ഡേറ്റയോ അനുഭവമോ? റാഷിദിന്റെ പ്രവചനരീതി പരമ്പരാഗത സർവേകളിൽ നിന്ന് വ്യത്യസ്തമാണ്. പത്രവായന, സാമൂഹിക ചർച്ചകൾ, രാഷ്ട്രീയ പ്രസ്താവനകൾ, പഴയ തിരഞ്ഞെടുപ്പ് ഡേറ്റ, സമൂഹമാധ്യമ പ്രതികരണങ്ങൾ ചേർത്താണ് അദ്ദേഹം ഒരു സാമൂഹിക സാമ്പിൾ രൂപപ്പെടുത്തുന്നത്. വിവിധ മണ്ഡലങ്ങളിലെ വോട്ട് ശതമാന സാധ്യതകൾ കണക്കാക്കി അത് സീറ്റുകളായി മാറ്റിയാണ് അന്തിമ പ്രവചനം തയ്യാറാക്കുന്നത്. രാഷ്ട്രീയത്തിന്റെ ഗ്രൗണ്ട് സെന്റിമെന്റ് പിടിക്കുന്നതാണ് തന്റെ ശക്തിയെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഉയർന്ന പോളിംഗ് ശതമാനം മാറ്റത്തിന്റെ സൂചനയോ? ഇത്തവണത്തെ ഉയർന്ന പോളിംഗ് ശതമാനം വലിയ ചർച്ചയായിരിക്കുകയാണ്. റാഷിദിന്റെ വിലയിരുത്തൽ പ്രകാരം പൊതുവെ ഭരണവിരുദ്ധ വികാരം ശക്തമായാൽ പോളിംഗ് ഉയരാൻ സാധ്യതയുണ്ട്. എന്നാൽ അതുമാത്രം ഫലം നിർണയിക്കില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. വോട്ടിംഗ് പാറ്റേണിൽ മാറ്റമോ? മുസ്ലിം, ക്രിസ്ത്യൻ, ഈഴവ വിഭാഗങ്ങളിൽ വോട്ടിംഗ് രീതിയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നാണ് റാഷിദിന്റെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് മുസ്ലിം വോട്ടർമാരിൽ റിവേഴ്സ് സ്വീപ്പ് ഉണ്ടായതായി റാഷിദ് സൂചിപ്പിക്കുന്നു. പരമ്പരാഗതമായി ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്ത വോട്ടർമാരിൽ ഒരു ഭാഗം മാറിയിരിക്കാമെന്നതാണ് അദ്ദേഹത്തിന്റെ നിഗമനം. പ്രചാരണ പോരാട്ടം. ആരുടെ മുൻതൂക്കം? പ്രചാരണ രംഗത്ത് എല്ലാ മുന്നണികളും ശക്തമായി പ്രവർത്തിച്ചെങ്കിലും വിഷയങ്ങൾ നിർണയിക്കുന്നതിൽ UDFന് മുൻതൂക്കം ലഭിച്ചെന്നാണ് വിലയിരുത്തൽ. LDF മുന്നണിയുടെ പ്രചാരണത്തിലെ അമിത ആത്മവിശ്വാസം ചില വോട്ടർമാർക്ക് നെഗറ്റീവായെന്ന നിരീക്ഷണവുമുണ്ട്. യുവ വോട്ടർമാർ. നിശബ്ദ സ്വാധീനം. പുതിയ തലമുറ തുറന്ന രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ലെങ്കിലും അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ടെന്നും അത് വോട്ടിൽ പ്രതിഫലിക്കുമെന്നും റാഷിദ് പറയുന്നു. സമൂഹമാധ്യമങ്ങളിൽ കാണാത്ത ഒരു അണ്ടർ കറന്റ് യുവാക്കളിലുണ്ടെന്നാണ് വിലയിരുത്തൽ. കാത്തിരിക്കുന്നത് അന്തിമവിധി. റാഷിദിന്റെ പ്രവചനങ്ങൾ വീണ്ടും യാഥാർത്ഥ്യമായി മാറുകയാണോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. മുൻ അനുഭവങ്ങൾ അദ്ദേഹത്തിന് വിശ്വാസ്യത നൽകുമ്പോഴും
കേരള രാഷ്ട്രീയത്തിന്റെ സങ്കീർണത പലപ്പോഴും പ്രവചനങ്ങളെ മറികടക്കാറുണ്ട്. എങ്കിലും ഒരു കാര്യത്തിൽ സംശയമില്ല. സി.പി. റാഷിദ് എന്ന പേര് വീണ്ടും തിരഞ്ഞെടുപ്പ് ചർച്ചകളുടെ കേന്ദ്രത്തിലെത്തിക്കഴിഞ്ഞു. ഇനി മെയ് 4-ന് ജനവിധി പുറത്തുവരുമ്പോഴാണ് ഈ പ്രവചനത്തിന്റെ യഥാർത്ഥ കൃത്യത പരിശോധിക്കപ്പെടുക.